കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കോൺഗ്രസിനെ അടുപ്പിക്കാതെ മധ്യപ്രദേശിൽ ഭരണം കാഴ്ചവെച്ചത് ബിജെപിയാണ്. എന്നാൽ ഇത്തവണ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ലെങ്കിലും മധ്യപ്രദേശിൽ വിജയിച്ചത് കോൺഗ്രസ് ആണ്. എന്നാൽ കോൺഗ്രസിനും വലിയ നേട്ടങ്ങളൊന്നും മധ്യപ്രദേശിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് നോട്ടയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിൽ ബിജെപി സ്ഥാനാർത്ഥി തോറ്റത് ഗ്വാളിയോർ സൗത്ത് മണ്ഡലത്തിലാണ്. 121 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത്. നോട്ടയ്ക്ക് ലഭിച്ചത് 1550 വോട്ടുകളാണ്. മുൻ ധനമന്ത്രി ജയന്ത് മല്യ ദമോയിൽ തോറ്റത് 799 വോട്ടുകൾക്കാണ്. ഇവിടെ നോട്ടയ്ക്ക് ലഭിച്ചത് 1299 വോട്ടുകളും. ജബൽപൂരിൽ മുൻ ആരോഗ്യമന്ത്രി ശരത് ജയിൽ തോറ്റത് 578 വോട്ടുകൾക്കായിരുന്നു. ഇവിടെ നോട്ട നേടിയത് 1299 വോട്ടുകളും. ബുർഹാൻപൂരിലെ വനിതാ ശിശുവികസന മന്ത്രി അർച്ചന ചിറ്റ്നിസ് ആയിരുന്നു ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി. 5120 വോട്ടുകൾക്കായിരുന്നു പരാജയം. എന്നാൽ ഇവിടെ നോട്ട നേടിയത് 5700 വോട്ടുകളും. ബിജെപിക്ക് മാത്രമല്ല നോട്ട കൊണ്ട് പണി കിട്ടിയത്. തിർമാന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിജിത് സാഹ പരാജയപ്പെട്ടത് 2213 വോട്ടുകൾക്കായിരുന്നു. ഇവിടെ നോട്ട നേടിയത് 4084 വോട്ടുകൾ. നാഗോഡിയിൽ യാദവേന്ദ്ര സിംഗ് 1234 വോട്ടുകൾക്ക് പരാജയപ്പെട്ടപ്പോൾ നോട്ടയ്ക്ക് 2301 വോട്ടുകൾ ലഭിച്ചു എന്നാണ് കണക്ക്. ആകെ 5.4% വോട്ടുകളാണ് നോട്ടയിൽ വീണത്. അത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 1.4% വരും. 22 മണ്ഡലങ്ങളിലായി നോട്ടയിൽ വീണ വോട്ടുകൾ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണ് എന്ന കണക്കുകൾ ഏറെ ചിന്തിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.